നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വത്ത് തർക്കത്തെ തുടർന്ന് പഴുവിലിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തി പരിക്കേൽപ്പിച്ചു. കർക്കട മാസാചരണത്തിന്റെ ഭാഗമായി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശന സമയം ദീർഘിപ്പിച്ചു. നിർധന കുടുംബത്തിനെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തി. വാർത്തകൾ വിശദമായി. പഴുവിലിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെ കുത്തി പരിക്കേൽപ്പിച്ചു. ജ്യേഷ്ഠൻ അറസ്റ്റിൽ. പഴുവിൽ SN റോഡിൽ 55 വയസ്സുള്ള കാരയിൽ സുധീറിനെയാണ് സഹോദരൻ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. പ്രതി 57 വയസ്സുള്ള സുനിയെ അന്തിക്കാട് പോലീസ് പിടികൂടി. ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവമുണ്ടായത്. സഹോദരന്മാർ തമ്മിൽ സ്വത്ത് സംബന്ധിച്ച് തർക്കം നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതി സുനി കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തിയത്. ശനിയാഴ്ച വൈകുന്നേരം ഇയാൾ സഹോദരൻ്റെ വീട്ടിലെത്തുകയും തർക്കത്തെ തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ആക്രമിക്കുകയുമായിരുന്നു. ഗുരുതര പരിക്കേറ്റ സുധീർ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ അന്തിക്കാട് SHO കൊച്ചുമോൻ ജേക്കബ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരായ അരുൺകുമാർ, ഷാബു, ചഞ്ചൽ എന്നിവർ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കർക്കടക മാസാചരണത്തിൻ്റെ ഭാഗമായി തൃപ്രയാർ ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ MP മുരളീധരൻ, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ എന്നിവർ ക്ഷേത്രം സന്ദർശിച്ചു. ആരോഗ്യ വിഭാഗത്തിന് അനുവദിച്ച സ്ഥലം, ക്ഷേത്രത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തൽ, നവീകരിച്ച ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ പരിശോധിച്ചു. കൂടാതെ ക്യാമറകളുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തി. കർക്കിടക മാസത്തിൽ ഭക്തജനങ്ങളുടെ ദർശന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാവിലെ 3:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയും ദർശനം നൽകാൻ തീരുമാനിച്ചു. KPCC വിചാർ വിഭാഗ് നാട്ടിക നിയോജക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമം നടത്തി. നാട്ടിക നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പെരുകുട്ടുകര ശാന്തി പാലസിൽ നടന്ന പരിപാടി മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. KPCC വിചാർ വിഭാഗ് നിയോജക മണ്ഡലം ചെയർമാൻ ഷൈൻ നാട്ടിക അധ്യക്ഷനായി. 100% വിജയം നേടിയ വിദ്യാലയങ്ങളെ വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജെയിംസ് ചിറ്റിലപ്പള്ളി അനുമോദിച്ചു. ഇൻ്റർനാഷണൽ മോട്ടിവേറ്റർ എഡിസൺ ഫ്രാൻസ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. അഖിലേന്ത്യാ പോലീസ് ഗെയിംസ് ജൂഡോ ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് PS ദീപകിനെ ചടങ്ങിൽ അനുമോദിച്ചു. വിചാർ വിഭാഗ് ജില്ലാ സെക്രട്ടറി ആൻഡോ തൊറയൻ, റാനിഷ് കെ രാമൻ, കിരൺ തോമസ്, കോൺഗ്രസ് നേതാക്കളായ MK ചന്ദ്രൻ, KB രാജീവ്, MB സജീവ്, രാമൻ നമ്പൂതിരി, റോയ് ആൻ്റണി, വിനോഷ് വടക്കേടത്ത്, പ്രസാദ് കിഴക്കൂട്ട് എന്നിവർ സംസാരിച്ചു. ആൻഡോ അഗസ്റ്റിനും കീബോർഡ് ആർട്ടിസ്റ്റ് ബൈജു ജേക്കബും സംഗീത സഭര്യ അവതരിപ്പിച്ചു. ഒരു പുതിയ തലമുറയാണ് നമുക്ക് ആവശ്യം. മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുന്നവരാകണം. ഒരുപക്ഷെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്ക് സൗന്ദര്യം കുറവാകും, വിദ്യാഭ്യാസം കുറവാകും, സാമ്പത്തികം കുറവായിരിക്കും. പക്ഷെ മാതാപിതാക്കളാണ് നിങ്ങളുടെ അവസാന വാക്കെന്ന് ഓരോ വിദ്യാർത്ഥിയും ഓരോ മക്കളും മനസ്സിലാക്കും. SLC പരീക്ഷയിൽ എല്ലാ വിഷയം A+ നേടിയത് കൊണ്ടോ അല്ലെങ്കിൽ പഠിച്ച എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയത് കൊണ്ടോ ജീവിതത്തിൽ A+ ലഭിക്കണമെന്നില്ല. ഒരു പരീക്ഷ തോറ്റത് കൊണ്ടോ ഒരു പരീക്ഷ ജയിച്ചത് കൊണ്ടോ ജീവിതത്തിൽ A+ ലഭിക്കണമെന്നില്ല. ജീവിതത്തിൽ A+ ലഭിക്കണമെങ്കിൽ നല്ല സ്കില്ലുണ്ടായാൽ മാത്രം പോരാ, നല്ല ക്യാരക്ടർ വേണം. ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? ഇപ്പൊ പെൺകുട്ടികൾ, ഞാൻ ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ മോശക്കാരാണോ? 2 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പെൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ചില പെൺകുട്ടികളുടെ ഡ്രസ് കോഡ് തന്നെ നമുക്ക് സങ്കടം തോന്നും അല്ലേ? എത്ര മാന്യമായി ഡ്രസ് ധരിച്ച് എത്ര ആളുകൾ ആകർഷിക്കാവുന്ന രീതിയിൽ ആളുകളോട് പെരുമാറി പോകാവുന്ന കാലഘട്ടം ഈ കാലഘട്ടം. ഏറ്റവും മോശമായി ഡ്രസ് ധരിക്കുക, അതിനൊക്കെ കുറെ ന്യായീകരണം പറയാം. ഈ അടുത്ത ദിവസം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോള് ഒരു പയ്യന്റെ കൂടെ ഓടി. സർവ്വസാധാരണമാണ് ഇപ്പൊ അങ്ങനെ പോവുക എന്ന് പറയുന്നതൊന്നും പുതുമയുള്ള കാര്യമല്ല. അങ്ങനെ അവർ വിളിച്ച് കരച്ചിൽ ബഹളമായി ഞാൻ അവിടെ വീട്ടിൽ ചെന്നു. നിർധന കുടുംബത്തിനെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ ബിരിയാണി ചാലഞ്ച് നടത്തി BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി.
കിഴപ്പള്ളിക്കര നളന്ദ സ്കൂളിന് സമീപത്തുള്ള അകാലത്തിൽ പൊലിഞ്ഞുപോയ വടക്കൂട്ട് രവിയുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് വേണ്ടി 3 ലക്ഷം രൂപ കിഴപ്പള്ളിക്കര സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. എന്നാൽ പലിശയടക്കം 8 ലക്ഷത്തോളം രൂപയോളമായി. ജപ്തിയുടെ വക്കിലാണ്. ഇവരുടെ വിദ്യാർത്ഥികളായ മകൾ ആദിക്കും മകൻ ദേവദത്തനും സഹായഹസ്തവുമായാണ് BJP എത്തിയത്. BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് TG രതീഷ് അധ്യക്ഷനായി. EP ഹരീഷ്, EP ജാൻസി, സന്തോഷ് തണ്ടാശ്ശേരി, VV വിനോബ്, നിഷ പ്രവീൺ, റിനി കൃഷ്ണപ്രസാദ്, സുഗേന്ദു സെൻ, സുധീർ പൊറ്റേക്കാട്ട്, ഷൺമുഖൻ കുറുപ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. ദുരന്തം സംഭവിച്ചിരുന്നു. ആ കുടുംബത്തിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയും മരണപ്പെടുമ്പോൾ ആ ഒരു ദുഃഖം താങ്ങാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ കുടുംബത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. തീർച്ചയായും ഒരിക്കലും നമുക്കൊക്കെ ഓർക്കാൻ പോലും പറ്റാത്തതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അവരെ സഹായിക്കാൻ വേണ്ടി, ആ വീട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി BJPയുടെ താന്യം പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് പരിപാടി ഏറ്റെടുത്തത്. പരിഹാരമായിട്ടാണ് നമ്മൾ താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു ബിരിയാണി ചലഞ്ച് എന്നുള്ള രീതിയിൽ 2500 ബിരിയാണി താന്യം പഞ്ചായത്തിൽ വിവിധ മേഖലകളിലെ കുടുംബങ്ങളുടെ നന്മയുള്ള കുടുംബങ്ങൾ അവർ ഇതിൽ സഹകരിച്ചുകൊണ്ട് 2500 ബിരിയാണിയാണ് ഇന്ന് ഇവിടെ ബിരിയാണി ചലഞ്ച് എന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് നടത്തുന്നത്. BJP തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ക്ഷേമ പെൻഷൻ ഉടനെ നൽകുക, ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ഭഗീഷ് പൂരാടൻ അധ്യക്ഷത വഹിച്ചു. സർജു തോയക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ആലയിൽ, ഷൺമുഖൻ മയൂർ, റിനീഷ് പട്ടാലി, രാജു കാര്യാട്ട്, ബിജോയ് പുളിയമ്പ്ര എന്നിവർ പങ്കെടുത്തു. പിണറായി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം നമ്മളെപ്പോലെയുള്ള നിരവധി പ്രവർത്തകർ ശക്തമായി പ്രതികരിച്ചിട്ടും ഇവിടുത്തെ സാധാരണക്കാർ പിണറായി സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്തതാണ്. മണലൂർ വടക്കുമുറി ADSന്റെയും ആര്യ ഐക്കറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ നേത്രപരിശോധന, സൗജന്യ മരുന്ന് വിതരണം, കണ്ണടകൾക്ക് പ്രത്യേക ഇളവുകൾ, കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക പാക്കേജുകൾ, അർഹരായ രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ എന്നിവ ക്യാമ്പിൻ്റെ സവിശേഷതകളായിരുന്നു. മണലൂർ സെൻറ്റ് തെരേസസ് കോൺവെൻറ്റിൽ നടത്തിയ ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. ഡോക്ടർ TG നീരജ, വൈശാഖ് വിജയൻ, ADS അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചാടൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, പഞ്ചഗവ്യ അഭിഷേകം, കലശാഭിഷേകം, കളഭാഭിഷേകം, ശ്രീഭൂതബലി എന്നിവ നടന്നു. പഴുവിൽ രഘുമാരാർ നയിച്ച പഞ്ചാരിമേളത്തിൻ്റെ അകമ്പടിയോടെ ദേവി പുറത്തേക്ക് എഴുന്നള്ളി. ക്ഷേത്രതന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. പഴുവം ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് V ലോഹിതാക്ഷൻ, സെക്രട്ടറി M ഹരിദാസ്, ട്രഷറർ സുധീർ തണ്ടിയേക്കൽ, ജോയിന്റ് സെക്രട്ടറി മധുസൂദനൻ തെക്കിനിയടുത്ത്, പോഴത്ത് രാഘവൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള.
അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം ഫിനാൻസ്, ബികോം കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള ബികോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ ബികോം ടാക്സേഷൻ, ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കഴിമ്പ്രം വാഴപ്പള്ളി രാജരാജേശ്വരി ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ ENT പരിശോധന ക്യാമ്പ് നടന്നു. ക്ഷേത്ര ഹാളിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ VS ജ്യോതി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ VS ജ്യോതി നേതൃത്വം നൽകിയ ക്യാമ്പിൽ പ്രായമായവർക്ക് തൊണ്ടയിലെ വായിലെയും ഉണ്ടാകുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും
കുട്ടികളിലെ കേൾവി സംസാരശേഷി പരിശോധന ക്യാമ്പും പഠന വൈകല്യ നിർണയ സ്ക്രീനിങ്ങും മഹിമ കൗൺസിലിലെ സെൻട്രലിലെ സ്നേഹ ജോർജ്, ആഷ്മി പ്രകാശ് എന്നിവരുടെ പരിശോധനകളും നടന്നു. ക്യാമ്പിൽ 100ഓളം പേർ പരിശോധനയ്ക്ക് വിധേയമായി. ക്യാമ്പിനെ ക്ഷേത്ര ഭാരവാഹികളായ വി യു ഉണ്ണികൃഷ്ണൻ, വി ആർ രാധാകൃഷ്ണൻ, പി കെ ഹരിദാസ്, വി കെ ശശിധരൻ, വി സി ഷാജി, വി ജെ സുരേഷ്, വി എ നിഖിൽ, വി സി ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി. ENT സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഏതൊരു രോഗി എൻ്റെ അടുത്ത് ചെവി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു വന്നാലും, അല്ലെങ്കിൽ ഒരു തൊണ്ടവേദനയാണെന്ന് പറഞ്ഞാലും, തലവേദനയാണെന്ന് പറഞ്ഞാലും, ഞാൻ നോക്കുക ആ രോഗിയിൽ ഹിഡനായിട്ടുള്ള ഒളിഞ്ഞിരിക്കുന്ന ക്യാൻസറിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടോ എന്നാണ്. കാരണം ഇന്ന് മനുഷ്യൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി ഒരുപാട് കൂടി. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഓർക്കുന്നുണ്ടാവും, ഇത്രയൊന്നും പ്രായമുള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ വളരെ വളരെ കുറവായിരുന്നു. അപ്പോൾ മോഡേൺ മെഡിസിൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃപ്രയാർ ജലോത്സവ കമ്മിറ്റി ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ധനസഹായം നൽകി. ജലോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്തിൽ നിന്നും ആക്സ് ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു തുക ഏറ്റുവാങ്ങി. ജലോത്സവ കമ്മിറ്റി സെക്രട്ടറി ബെന്നി തട്ടിൽ, ആക്സ് ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് മാടക്കായി, ട്രഷറർ വി ഗോപാലകൃഷ്ണൻ, കൺവീനർ പി ആർ പ്രേംലാൽ, ഭാരവാഹികളായ അഭയ് തൃപ്രയാർ, എം എസ് സജീഷ്, വാസൻ ആന്തുപറമ്പിൽ, സുവിത്ത് കുന്തറ, രഹന ബിനീഷ്, ടി യു സുഭാഷ് ചന്ദ്രൻ, ചിദംബരൻ എന്നിവർ പങ്കെടുത്തു. പി എൻ ഗോപികൃഷ്ണൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിൻ്റെ ചർച്ച തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ നടന്നു. കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി അധ്യക്ഷൻ ടി എൽ സന്തോഷ് അധ്യക്ഷനായി. പി എൻ പ്രോവിൻറ്റ്, ടി ആർ രമേശ്, വി ഡി പ്രേമപ്രസാദ്, വിനോദ് കൃഷ്ണ, ഡോക്ടർ ആരതി, അഡ്വക്കേറ്റ് നിസാർ, സുവർണ ടീച്ചർ, അഡ്വക്കേറ്റ് രവി പ്രകാശ്, ഡോക്ടർ വിനോദ് ചന്ദ്രൻ, ബി എസ് ജ്യോത്സ്ന, വൈശാഖ് അന്തിക്കാട്, മോചിത മോഹനൻ എന്നിവർ സംസാരിച്ചു. പി എൻ ഗോപികൃഷ്ണൻ, ടി വി ബിന്ദു, ശോഭ കരിപ്പാടത്ത്, എ എം ഷിനാസ്, എൻ ഡി വേണു എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ഒരു ഇടപെടലാണ് ഈ പുസ്തകം നടത്തുന്നത്. അപ്പോൾ അപകടമായ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ഓർമ്മകളെ തിരിച്ചു തരുന്ന സാധ്യത ഈ പുസ്തകം തുറക്കുന്നു എന്നുള്ളതും, തുറന്നുള്ള നമ്മുടെ രാഷ്ട്രീയ ആലോചനകളിൽ ഇത് തരുന്ന ആശയ വ്യക്തത കുറെ കൂടി മികച്ച രാഷ്ട്രീയ ബോധ്യമുള്ളവരാക്കി മാറ്റുന്നതിനും പലതരം മനുഷ്യർക്ക് ഒന്നിച്ചു വന്നിരുന്ന രാഷ്ട്രീയം സംസാരിക്കാനുള്ള പുതുവേദികൾ ഉണ്ടാക്കുന്നതിനും പുതിയൊരു തരം രാഷ്ട്രീയത്തെ പുനർനിർമ്മിക്കുന്നതിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുന്നതിലേക്കും എത്തിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി കേരള കർഷക സംഘം അന്തിക്കാട് മേഖലാ കൺവെൻഷൻ അന്തിക്കാട് പാൽ വിതരണ സംഘം ഹാളിൽ ചേർന്നു. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജേഷ് അധ്യക്ഷനായി. എ വി ശ്രീവത്സൻ, കെ ആർ രബീഷ്, കെ ജി ഭുവനൻ, വി എ ദിവാകരൻ, മണി ശശി, സി ആർ ശശി, എം കൃഷ്ണൻകുട്ടി, എൻ ടി ഷജിൽ, കെ എ രഘുനാഥ്, പി സി രജീഷ്, ടി ജി ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. അവസാനത്തോടുകൂടി ഏരിയ കൺവെൻഷനുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൺവെൻഷനുകളുടെ ചേർത്തിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ എല്ലാ യൂണിറ്റുകളിലും ഈ ജൂലൈ മാസം അവസാനത്തോടുകൂടി ഏരിയ കൺവെൻഷനുകൾ പൂർത്തീകരിക്കും. ഒരു കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞു. എല്ലാ നമ്മുടെ യൂണിറ്റുകളിലുമുള്ള മെമ്പർഷിപ്പ് ചേർത്തി കഴിഞ്ഞു. അത് മേഖല അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇന്നിവിടെ കൺവെൻഷൻ ചെയ്യുന്നത്. ഒരു മെമ്പർഷിപ്പ് ചേർത്തി കഴിഞ്ഞാൽ, ഒരു കർഷക സംഘത്തിന്റെ മെമ്പർഷിപ്പിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ കർഷക സംഘത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ട് ആ കർഷകരെ നമ്മൾ ഈ കർഷക സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു പ്രാഥമിക അവബോധം അവർക്ക് നൽകുക എന്നുള്ളതാണ് ഈ കൺവെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എടത്തിരുത്തി SNDP ശാഖ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി. ഗുരുതര വൃക്കരോഗം ബാധിച്ചയാൾക്ക് ചികിത്സാ സഹായവും നൽകി. ശാഖയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നോട്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്തും സെക്രട്ടറി മോഹൻ കണ്ണമ്പുള്ളിയും ചേർന്ന് ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ വെച്ച് 51 അംഗ ചതയ ദിനാഘോഷം കമ്മിറ്റി രൂപീകരിച്ചു.
ശാഖാ പ്രസിഡന്റ് അനിരുദ്ധൻ മാരാത്ത് അധ്യക്ഷനായി. ശാഖാ സെക്രട്ടറി ഷൈൻ കൊല്ലാറ, വനിതാ സംഘം ഭാരവാഹികളായ സിന്ധു ജയറാം, ജിസി അനിൽ, ലയാമിത്രൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പ്രകാശൻ പള്ളിത്തറ, മോഹേഷ് കുമ്പളപ്പറമ്പിൽ, അനിൽ വാലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഫാദർ ഡേവിസ് ചെർമൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മദർ തെരേസ സേവന അവാർഡ് 25,000 രൂപ ഹൈസ്കൂൾ അന്തിക്കാടിലെ 5 വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ അഭിനന്ദ്, അദ്വൈത്, ആരോൺ, അഖീഷ്, നമിത്ത് എന്നിവർക്കാണ് ഈ തുക ലഭിച്ചത്. എറണാകുളം സെൻറ്റ് തെരേസസ് കോളേജിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ കോർഡിനേറ്റർ ഫിറ്റ്സി സെബി, PTA വൈസ് പ്രസിഡന്റ് NT ഷജിൽ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. പാലിയേറ്റീവ് ഹോം കെയർ, തെരുവ് മക്കൾക്ക് പൊതിച്ചോർ വിതരണം, അഗതി മന്ദിര സേവനം, റോഡ് സുരക്ഷാ സേവനം തുടങ്ങി ഇത്തരം 50ൽ പരം സേവനങ്ങൾക്കായാണ് കുട്ടികളെ അവാർഡിനായി പരിഗണിച്ചത്. തൃപ്രയാർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടത്തിവരുന്ന നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടക്കുന്നത്. 348ാമത്തെ ക്യാമ്പാണ് നടന്നത്. കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടന്നു വരുന്നത്. 125ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അതിൽ 65 പേരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കും. ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ്, സെക്രട്ടറി CR ഗണേഷ്, ലയൺസ് ഭാരവാഹികളായ ബിന്ദു സുരേന്ദ്രൻ, പ്രതാപൻ കളത്തിൽ, രഘു പുളിക്കൽ, റോസ്മേരി സാനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് ഓഫ് തൃപ്രയാർ നടത്തുന്ന 348ാമത്തെ ഒരു ക്യാമ്പാണ്. ഇതിലിപ്പോൾ ഇന്ന് എല്ലാ സെക്കൻഡ് സൺഡേ ഞങ്ങൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ഇന്ന് 120ഓളം പേഷ്യൻസ് ഇവിടെ ഉണ്ട് കണ്ണ് കാണിക്കുന്നത്. അതിലൊരു 65ഓളം പേര് ഇതിൽ ഓപ്പറേഷന് വിധേയമായിട്ട് വന്നു. അപ്പോൾ അവരെന്ന് ഞങ്ങൾ കൊച്ചി ഐ ഫൗണ്ടേഷനാണ് ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത്. അവരുമായിട്ടുള്ള സഹകരിച്ചുള്ള ഞങ്ങളുടെ ഒരു സംരംഭമാണ് കൊച്ചി ഐ ഫൗണ്ടേഷൻ. വാണിജ്യം. നൂതന ആയുർവേദ ചികിത്സാ സൗകര്യങ്ങളുമായി ചെമ്മാപ്പള്ളി ആയുർവേദിക് ഹെൽത്ത് കെയർ ചെമ്മാപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളാണ് ഇവിടെ ചികിത്സ നടത്തുന്നത്. അഭ്യംഗം, ശിരോധാര, വിവിധതരം കിഴികൾ, ധാരകൾ, വസ്തികൾ, രക്തമോക്ഷം, ഫുട്ട് മസാജ്, ഫേസ് മസാജ്, ഹെഡ് മസാജ്, നസ്യം, സ്റ്റീം ബാത്ത്, വിരേചനം, വമനം തുടങ്ങിയവ ഇവിടെ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ചെയ്തു കൊടുക്കുന്നതാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല ക്വാളിറ്റി ഉള്ളതും ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നിങ്ങൾക്ക് ലഭ്യമായി ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും സഹകരിക്കുക. ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പ്രോത്സാഹനങ്ങളും നൽകും. വെരിക്കോസ് വെയിൻ, ഡിസ്ക് പ്രോബ്ലം, ഇൻഫെർട്ടിലിറ്റി, സൈനസൈറ്റിസ്, മൂലക്കുരു എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സ ലഭ്യമാണ്. ഹെൽത്തെ സംബന്ധിച്ച് വളരെയധികം നല്ല പ്രാധാന്യമുള്ളൊരു ഏരിയയാണ് ഇവിടെ. ഇപ്പോഴത്തെ ഒരു ഈ വർഷകാല രോഗങ്ങളും അതുപോലെ തന്നെ ഈ കർക്കിടക ചികിത്സയും മറ്റും ഈ രോഗത്തെ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോൾ ആരോഗ്യം ക്ഷയിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഊന്നൽ നൽകിയിട്ട് ആയുർവേദ മരുന്നുകളും ചികിത്സയും ഈ അവസരത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഇവിടെ ഇത് തുടങ്ങുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനെല്ലാവരും പ്രോത്സാഹനം ചെയ്ത് വിജയിപ്പിക്കുക. എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 വരെ ഡോക്ടർ താജുദ്ദീനും ഞായറൊഴികെ എല്ലാ ദിവസവും വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ ബിന്ദു ജയദാസും രോഗികളെ പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക്
9495961277 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മണിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചെമ്മാപ്പള്ളിയിലെ ഡോക്ടറാണ്. കാരണം നമ്മൾ എന്തിനെന്ന് പറഞ്ഞാലും അതിന് പ്രതിവിധിയുണ്ട്. അനേകം വർഷത്തെ പരിചയസമ്പത്താണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ആയുർവേദത്തിലേക്ക് കടക്കുകയാണ്. ഈ സംരംഭം വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വത്ത് തർക്കത്തെ തുടർന്ന് പഴുവിലിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തി പരിക്കേൽപ്പിച്ചു. കർക്കട മാസാചരണത്തിന്റെ ഭാഗമായി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശന സമയം ദീർഘിപ്പിച്ചു. നിർധന കുടുംബത്തിനെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.